ഹലോ, അസ്സാം വലൈക്കും. ഇഷ്വാസ് വേർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ, അസ്സാം വലൈക്കും. ഞാൻ പോകുന്നത് എൻ്റെ ഫ്രണ്ട്സുകളെ ഒന്ന് മീറ്റ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ 3 ഫ്രണ്ട്സ് എന്നെ കാണാമെന്ന് പറഞ്ഞിരുന്നു പെരുന്നാൾക്ക്. അപ്പോൾ ഞങ്ങളൊന്ന് കാണാൻ പോവുകയാണ് കേട്ടോ. അതാ നിൽക്കുന്ന ഒരു ഫ്രണ്ട് കേട്ടോ. അപ്പോൾ ഇനി 2 ഫ്രണ്ട്സുകൾ ഇനി അവിടെ നിൽക്കണുണ്ടാവും. ഞങ്ങളെ കാത്ത് പുഴയുടെ അവിടെയാണ് കേട്ടോ ഞങ്ങൾ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ അതാ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഞങ്ങൾ നഴ്സറി തൊട്ട് ഇതുവരെ ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ നിലനിർത്തിയിട്ടുണ്ട് കേട്ടോ. ഫോണിലൂടെ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പം ഞങ്ങൾക്ക് കാണാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പറ്റാറുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ കുറേ കാലമായി കണ്ടിട്ട് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചൊന്ന് കൂടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഞങ്ങളടുത്തുള്ള പുഴ കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് 2 ഫ്രണ്ട്സും കൂടെ കൂടിയിട്ടുണ്ട്. അതാ ഞങ്ങൾ ചെറുപ്പം തൊട്ട് ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മാഷാ അല്ലാ, അതുവരെ ഞങ്ങൾ നല്ല രീതിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതാ ഞങ്ങളെ നാട്ടിലെ പുഴയിലാണ് കേട്ടോ. ഞങ്ങൾ കുട്ടിക്കാലത്തൊക്കെ ഇവിടെയാണ് വന്ന് കുളിക്കാറൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ പുഴയൊക്കെ നല്ല ഗതി മാറി ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ കുളിക്കുന്ന സമയത്ത് വെള്ളമൊക്കെ ഇവിടെ കൂടിയാണ് പോയിരുന്നത്. ഇപ്പോൾ വെള്ളമൊക്കെ അപ്പുറം ഭാഗത്ത് കൂടിയാട്ടോ പോണത്. അപ്പോൾ ഞങ്ങൾ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ ഞങ്ങളൊക്കെ ഇഷ്ടം പോലെ വന്ന് കുളിച്ചിട്ടും കലക്കിയിട്ടൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക, നമ്മളെ മക്കൾക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം, മനസ്സിക്കൊരു സമാധാനമൊക്കെ ഉണ്ടിട്ട് നല്ല കാണുമ്പോൾ ഒരു സന്തോഷം കേട്ടോ. അപ്പോൾ മക്കൾക്കും അതൊരു സന്തോഷമായി. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിയിട്ടാട്ടോ വന്നിരുന്നത്. മന്തി അൽഫാം കൂടെ വാങ്ങിയിട്ടാട്ടോ ഞങ്ങൾ വന്നിരുന്നത്. ഇവിടെ ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. കുട്ടികളും ഞങ്ങളൊക്കെ ഇരുന്ന് കഴിക്കുകയാണ്. നമ്മളങ്ങനെ നല്ല സീനറിയൊക്കെ കണ്ടിട്ട് കഴിക്കാൻ നല്ല വൈബാണ്. അപ്പോൾ അതൊക്കെ നല്ല ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ നല്ല മലകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു തൂക്കുപാലം ഉണ്ട്. അപ്പോൾ തൂക്കുപാലത്ത് ഒന്ന് കയറാട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് തൂക്കുപാലത്തേക്ക് കയറാട്ടോ. പിന്നെ ഷിൽഫയൊക്കെ ഇതാ ഭക്ഷണം കഴിച്ചും കൊണ്ടിരിക്കുകയാണ്. ഐശ്വര്യമില്ലാത്തതുകൊണ്ട് ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടോ. സങ്കടമൊക്കെ ഉണ്ട്. അവർക്ക് ഐശ്വര്യമില്ലാതെ അവരെവിടെയും പോവാറില്ല കേട്ടോ. ഇന്ന് ഐശുവിനെ കൊണ്ടുവന്നിട്ടില്ല. പുഴയുടെ അവിടെ വരുന്ന കാരണം ഐശുവിനെ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സുകളെ കുട്ടികളും ഉണ്ട് കേട്ടോ. അവരൊക്കെ പുഴയിലൊന്ന് ഇറങ്ങി കുളിക്കാൻ വേണ്ടി ഇതാ നിൽക്കണം. അപ്പോൾ ഇതാ നമ്മളിതാ അങ്ങനെ കുട്ടികളൊക്കെ ഇൻഷീൽപ്പ് ഇതാ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ സൗണ്ടിന് എന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. നല്ല ശംഖുവേദനയൊക്കെ ഉണ്ട്. അപ്പോഴാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ ശബ്ദത്തിനൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ പുഴയിലൊക്കെ കുറച്ച് നേരം കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിരുന്ന് കുറച്ച് സെൽഫിയൊക്കെ എടുത്തു കേട്ടോ. കുട്ടികളൊക്കെ അത് നീന്തി ഇങ്ങനെ കളിക്കുന്നത് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ ഇങ്ങനെ ഇടയ്ക്കല്ലേ വരാറുള്ളൂ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രളയം വന്ന കാരണമാണ് കേട്ടോ വെള്ളമൊക്കെ ഇങ്ങനെ മാറി ഒഴുകാൻ തുടങ്ങിയത്. ആദ്യത്തെ പുഴ ഞാൻ പറഞ്ഞല്ലോ അവിടെയായിരുന്നു. ഇപ്പോൾ പുഴ അങ്ങോട്ട് നീങ്ങിയിട്ടാണ് കേട്ടോ ഒഴുകണത്. അപ്പോൾ ഇന്നലെ നല്ല മഴ പെയ്ത കാരണം നല്ല വെള്ളം ഉണ്ട് കേട്ടോ. മലന്ന് വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല വെള്ളം, നല്ല തണുപ്പുള്ള വെള്ളം കേട്ടോ. ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ ഒരു ചേച്ചി പശുക്കളെയും കൊണ്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. മേക്കാൻ കൊടുന്നിട്ട് പുഴയിൽ നിന്ന് അഴിച്ച് കൊണ്ടുപോവുകയാണ് കേട്ടോ. പുല്ലൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് അതാ കൊണ്ടുപോകണം. അപ്പോൾ നമ്മളത് കുറച്ച് നേരം നോക്കി നിന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തൂക്കുപാലം കയറിയിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ തൂക്കുപാലത്തൊക്കെ കയറിയാണ് കേട്ടോ. അവിടുത്തെ കാഴ്ചകളൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. എൻ്റെ അപ്പുറഭാഗത്തൊരു അമ്പലമൊക്കെ ഉണ്ട്. ഈ അമ്പലത്തിൻ്റെ അവിടെ ഒന്നും ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ. സ്റ്റെപ്പൊക്കെ ഇട്ട് അലക്കാനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പണ്ടൊന്നും ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ഞങ്ങളെ കാലത്തൊക്കെ അവർ താഴെ വെള്ളത്തിൻ്റെ താഴെയായിരുന്നു കല്ലൊക്കെ കേട്ടോ. ഇപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് സ്റ്റെപ്പൊക്കെ ഇട്ട് അലക്കാനും കുളിക്കാനൊക്കെ ആൾക്കാർക്കുള്ള ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ അതിൻ്റെ അപ്പുറം വരെ നടന്ന് പോയിട്ട് തിരിച്ചിങ്ങോട്ട് പോരുകയാണ് കേട്ടോ.
ഇതിൻ്റെ അപ്പുറ ഭാഗത്ത് പള്ളിക്കുന്ന് മയിലാമ്പാട ആ ഭാഗമാണ്. അവിടെ നിന്നുള്ള ആൾക്കാരും അധികമൊക്കെ വന്ന് നമ്മുടെ നാട്ടിലേക്ക് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.